14 ദക്ഷിണ. ശ്രീമഹാഗണപതിക്ക് വന്ദനം. സരസ്വതീദേവിക്കും ശ്രീഗുരുമഹാരാജിനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീസായീശ്വരന്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയന്റെ പ്രണാമം. മഹാപ്രഭോ, യോഗേശ്വര, സായീശ്വര, നിത്യനിർവികാരനായ ജഗദീശ്വര, ദയാസാഗര, അവിടുത്തെ തൃച്ചുവടുകളിൽ ഹൃദയപൂർവം ഞാൻ വന്ദിക്കുന്നു. സായീചരിതം അകവും പുറവും ഒരുപോലെ മധുരമാണ്. ആനന്ദം ഉടൽ പൂണ്ടതാണ് സായീശ്വരൻ. ആ സംസാരം മധുരം, ആ നടത്തം മധുമധുരം, അവിടുത്തെ ലീലകൾ അതിമധുരം. അവിടുന്ന് ദിവ്യലീലകളേറെയാടി. എന്തിന്? ഭക്തജനങ്ങൾക്ക് സ്മരിക്കാനും മനം ശുദ്ധമാക്കാനും അങ്ങനെ ആനന്ദവാന്മാരാകാനും. മാനവൻ സന്തോഷത്തോടെ ഇവിടെ ജീവിക്കുകയും അതേസമയം ആത്മീയോന്നതി നേടുകയും വേണം. അതായിരുന്നു ബാബയുടെ ആഗ്രഹം. അതിനനുസരിച്ച് അവിടുന്ന് ജീവിച്ചു. എന്തിനാണത്? കാരണം മനുഷ്യജന്മം അത്യന്തം ദുർലഭം. പൂർവജന്മാർജിതമായ മഹാസുഹൃതത്തിന്റെ ശക്തികൊണ്ടു മാത്രമാണ് നമുക്കീ മാനവശരീരം കിട്ടിയത്. ഈ ശരീരം നൽകിയത് ഈശ്വരനെ അറിയാനും ആനന്ദിക്കാനും. അതിന് ശ്രമിക്കാതെ ഉണ്ടും ഉറങ്ങിയും ഭയന്നും മൈഥുനത്തിലും കാലം കളഞ്ഞാൽ അവന്റെ ആ ആനന്ദം ജന്തുക്കൾ അനുഭവിക്കുന്ന ആനന്ദത്തിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല. കാരണം ഇതെല്ലാം ജന്തുക്കളും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മാത്രം ജീവിക്കുന്നവനെ വാലും കൊമ്പുമില്ലാത്ത മൃഗമായി ഗണിക്കാം. മിന്നൽപ്പിണറിന്റെ ആയുസ്സേ നമുക്കുള്ളൂ. ക്ഷണത്തിൽ ഈ ജീവിതം തീരും. മരണഭയത്താൽ ഒരു നിമിഷം പോലും ശരിയായ ആനന്ദം നമുക്ക് അനുഭവിക്കാനാവുന്നില്ല. നദിയിൽ തടികൾ ഒരുമിച്ചൊഴുകുന്നത് കണ്ടിട്ടില്ലേ? വലിയൊരു ഒഴുക്കിലോ കുത്തിലോ ചാടുമ്പോൾ അതുവരെ ഒന്നിച്ചൊഴുകിയ തടികൾ അകന്നുപോകും. പിന്നെ ഒരിക്കലും കൂട്ടി മുട്ടാത്ത വിധമായി അതിന്റെ ഗതി. ഇങ്ങനെ തന്നെയാണ് അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, ഭാര്യ, പുത്രൻ, പുത്രി എന്നിവരുമൊത്തുള്ള ജീവിതനദിയിലെ യാത്ര. ഇപ്പോൾ എല്ലാവരും ഒന്ന്. അടുത്ത ഓളം തള്ളലിലെല്ലാം അകന്നുപോകും. പിന്നൊരിക്കലും അടുക്കില്ല. ആത്മീയോന്നതി ഈ ജന്മത്തിൽ നേടിയെടുക്കാത്തവൻ അമ്മയുടെ പ്രസവവേദന പാഴിലാക്കിയെന്നു പറയാം. ഭഗവച്ചരണങ്ങളിൽ അഭയം പ്രാപിക്കുന്നില്ലെങ്കിൽ അവന്റെ ജന്മവും പാഴ്. മരണം നാളെയോ കുറെ കഴിഞ്ഞോ എന്ന് കരുതുന്നവൻ സ്വയം വഞ്ചിക്കുകയാണ്. മരണചിന്ത മനസ്സിൽ നിന്നും ഒഴിയരുത്. ഈ ശരീരം മരണത്തിനുള്ള ആഹാരമാണ്. അതുകൊണ്ട് ജാഗ്രതയോടെ ഓരോ നിമിഷവും ഉപയോഗിക്കൂ. ഏതു നിമിഷത്തിലും നമുക്കിവിടം വിടേണ്ടിവരാം. സായിചരിതം പ്രേമഭാവത്തോടെ വായിച്ചാൽ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ നിധി സ്വന്തമാകും. സായിഭക്തി വളരും. പരമാനന്ദം അവരുടെ സ്വന്തമാകും. സായിലീലകളുടെ ശക്തി അനുപമം. ആ അമൃതകഥകൾ കേൾക്കാൻ തുടങ്ങിയാൽ രാപകൽ സായിനാഥൻ മനക്കണ്ണിൽ നിൽക്കും. ധ്യാനത്തിലും സ്മരണയിലും സായി നിറയും. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറക്കത്തിലും സ്വപ്നത്തിലും അവിടത്തെ സാന്നിധ്യം അനുഭവിക്കാം. വിജനതയിലും തിരക്കിലും സായീശ്വരൻ കൂടെയുണ്ടാകും. അങ്ങനെ അവിടുന്ന് അഗാധധ്യാനത്തിന് വിഷയമാകും. ഇത് നിത്യേന സംഭവിക്കുമ്പോൾ മനം സായിമയമായി ക്രമേണ പരിശുദ്ധ ബോധസ്വരൂപമായി തീരും. എത്ര പരമോത്കൃഷ്ടമാണ് ആ അവസ്ഥ! എങ്ങും പോകാതെ തന്നെ എല്ലാ കാര്യങ്ങളും സായീശ്വരൻ അറിഞ്ഞിരുന്നു. കാരണം താനാണ് ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതെന്ന ബോധം അവിടുത്തേക്ക് സദാ ഉണ്ടായിരുന്നു. വിഷയാസക്തി, അജ്ഞത എന്നിവയാലാണ് നമുക്ക് ആ അവസ്ഥയില്ലാത്തതും നാം ദൈവതാവസ്ഥയിൽ നിലകൊള്ളാത്തതും. അതായത് ഞാൻ വ്യത്യസ്തനാണ്, ഇക്കാണുന്ന ജനങ്ങളും ജഗത്തും എന്നിൽ നിന്നും വേറിട്ടതാണ് എന്ന ചിന്ത. സത്യത്തിൽ ഞാനാകുന്നു എല്ലാം. ഞാനില്ലാത്തൊരിടവുമില്ല. ഈ തത്വം മനസ്സിൽ ഉറപ്പിക്കണം. ശുദ്ധജലവും കൂട്ടിച്ചേർന്നാലോ അത് ഒന്നായിത്തീരുന്നു. മുമ്പ് എന്താണോ ഇപ്പോൾ എന്താണോ എന്ന വ്യത്യാസത്തിന്റെ കണിക പോലുമില്ല. തടിപ്പഷ്ണങ്ങൾ കാഴ്ചയിൽ പലതരം. പക്ഷേ അവ അഗ്നിയിലിട്ടാലോ? അതോടെ അവയുടെ വിഭിന്നത പോയി മറയും. അവ ഒരേ അഗ്നിയായി മാറും. സായിദേവൻ സദാ ബ്രഹ്മചിന്തയിലായിരുന്നു. ചന്ദ്രനെ ജലത്തിൽ കണ്ടാലും അതിന്റെ യഥാർത്ഥ സ്ഥാനം അങ്ങ് മാനത്തു തന്നെ. അതുപോലെ സായീശ്വരൻ ഭക്തർക്കിടയിലായിരുന്നാലും അവിടെയൊന്നുമല്ലായിരുന്നു. ആത്മീയോപദേശം കൊടുക്കുന്ന ഗുരുക്കന്മാരും സ്വീകരിക്കുന്ന ശിഷ്യരും അനവധി. പക്ഷേ സായീശ്വരൻ ജ്ഞാനദാനത്തോടൊപ്പം അനുഭവവും സാക്ഷാത്കാരം പ്രദാനം ചെയ്യുന്നു. അത്തരം ഗുരുക്കന്മാർ ഇന്ന് വളരെ വളരെ വിരളം. നാൻഡഡ് നഗരത്തിലെ കച്ചവടക്കാരനായിരുന്നു രത്തൻജി. വളരെ ധനികനും ധർമ്മിഷ്ഠനുമായൊരു പാർസി. വാഹനങ്ങളും കുതിരകളും കൃഷിയിടങ്ങളും അദ്ദേഹത്തിന് ധാരാളം. അദ്ദേഹത്തെ സമീപിച്ചവരാരും വെറും കൈയോടെ മടങ്ങിയിട്ടില്ല. അങ്ങനെ ലോകദൃഷ്ടിയിൽ മഹാഭാഗ്യവാനും സന്തുഷ്ടനുമായിരുന്നു രത്തൻജി. പക്ഷെ സത്യമോ? ആനന്ദസാഗരത്തിൽ കണ്ണീര് കുടിച്ചു കിടക്കുന്ന അവസ്ഥയിലാ ഷീർദിയിൽ വരുന്നതും സായിയെ കാണുന്നതും. പക്ഷേ ഒന്നും പറയാതെ ആ ദക്ഷിണ നൽകി. അതിനുശേഷം തൃപ്പാദത്തിനരികിലിരുന്ന് രത്തൻജി തന്റെ ദുഃഖം പ്രാർത്ഥനയോടെ വീണ്ടും പറഞ്ഞു. സായീശ്വരൻ അരുളി,
നീ ആവശ്യമില്ലാതെ എന്തിനു പരിഭ്രമിക്കുന്നു? നിന്റെ ദുർഭാഗ്യം ഇന്നു മുതൽ ക്ഷയിച്ചു തുടങ്ങി. അതിനുശേഷം അദ്ദേഹത്തിന് ബാബ ഉധി നൽകി. പിന്നീട് തൃക്കരം ഭക്തന്റെ ശിരസിൽ വെച്ചരുളി, അല്ലാഹു നിന്റെ അഭിലാഷം നിറവേറ്റും. സായീശ്വരന്റെ അനുഗ്രഹവും വാങ്ങി നിറഞ്ഞ ഹൃദയത്തോടെ രത്തൻജി മടങ്ങിയെത്തി. ദാസ്ഗനുവും രത്തൻജിയും ബാബ പറഞ്ഞ 3 രൂപ 14 അണയെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു. രത്തൻജി ഏറെയേറെ ആലോചിച്ചു. പെട്ടെന്നൊരു ചിത്രം മനസ്സിൽ തെളിഞ്ഞു. ഷീർദിയിലേക്ക് പോരുന്നതിനു മുൻപ് മൗലിസാഹബ് എന്ന ഒരു മുസ്ലിം ഫക്കീറിനെ കാണുകയും അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിരുന്നു. അതിന് ചെലവായ തുക കൃത്യം 3 രൂപ 14 അണ. ഷീർദിയിൽ നിന്നും മൈലുകൾക്കകലെ നടന്ന ഈ സംഭവം സായീശ്വരൻ അറിഞ്ഞെങ്കിൽ ആരാണവിടുന്ന്? അതോടെ രത്തൻജിയുടെ സകല സംശയങ്ങളും തീർന്നു. ഉറച്ച ബാബ ഭക്തനുമായി. യഥാകാലം രത്തൻജിക്ക് സന്താന സൗഭാഗ്യമുണ്ടായി. അദ്ദേഹത്തിന് 12 മക്കൾ പിറന്നു. അതിൽ 4 പേർ ആയുരാരോഗ്യത്തോടെ സുഖമായി ജീവിതം നയിച്ചു. ആദ്യമൊക്കെ ഏറെക്കാലം ബാബ ദക്ഷിണ വാങ്ങിയിരുന്നില്ല. അന്നൊക്കെ കത്തിച്ച തീപ്പെട്ടി കൊള്ളി സന്തറിച്ച് പോക്കറ്റിലിടും. ആരോടും ഒന്നും ചോദിക്കില്ല. ആരെങ്കിലും മുന്നിൽ എന്തെങ്കിലും സമർപ്പിച്ചാൽ എണ്ണയോ പുകയിലയോ വാങ്ങും. ചിലർ കൊടുക്കുന്ന നാണയം കീശയിലിട്ട് പിന്നെ തിരിച്ചു നൽകും. പിന്നീട് വളരെ ജനങ്ങൾ എത്തിത്തുടങ്ങിയതോടെയാണ് ബാബ ദക്ഷിണ ചോദിച്ചു വാങ്ങാൻ തുടങ്ങിയത്. ദർശിക്കാനെത്തുന്ന, തൃപ്പാദത്തിൽ പൂജിക്കാൻ ഒരുങ്ങുന്ന ആരോടും ഹിന്ദുവോ മുസ്ലിമോ പാർസിയോ ബാബ ദക്ഷിണ ചോദിക്കുമായിരുന്നു. അതപ്പോഴും ചെറിയ തുകയുമാകില്ല. 100 മുതൽ കോടി വരെ ചോദിക്കാനും ബാബയ്ക്ക് മടിയില്ല. ദക്ഷിണ കൊടുത്താലും ചിലരോട് കൂടുതൽ ആവശ്യപ്പെടും. പണം തീർന്നെന്നു പറഞ്ഞാൽ കടം വാങ്ങിവരാൻ കൽപ്പിക്കും. അതിനും കൂടി ഗതിമുട്ടുമ്പോഴേ ബാബ ദക്ഷിണ ചോദിക്കുന്നത് നിർത്തൂ. ഒടുവിൽ ബാബ ഭക്തനോട് പറയും, നീ വിഷമിക്കേണ്ട. നീ തന്നതിന്റെ എത്രയോ മടങ്ങ് പണം നിനക്ക് നൽകപ്പെടും. ആകുലതകൾ കളയൂ. ശാന്തമായിരിക്കൂ. ഭൗതികലോകത്തിൽ ഒരുവൻ ഏറ്റവും കൂടുതൽ ഒട്ടിനിൽക്കുന്നത് ധനത്തിനോടാണ്. ആ ധനം മടികൂടാതെ കൊടുക്കാനായാൽ അവന്റെ ഹൃദയവും ഈശ്വരപാദങ്ങളിൽ സമർപ്പിച്ചതിനു തുല്യമാകും. ഭഗവാന് വേണ്ടത് നമ്മെയാണ്, നമ്മുടെ കയ്യിലുള്ളതല്ല. അങ്ങനെ നമ്മെ അവിടത്തെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് അപാരകൃപാനിധിയായ സായീശ്വരൻ ദക്ഷിണ ചോദിച്ചു വാങ്ങിയത്. ധനം സമ്പാദിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ അത് സമ്പാദിക്കുന്നത് ധാർമ്മിക കാര്യങ്ങൾ ചെയ്യുന്നതിനായിരിക്കണം. എന്നാൽ ധനം അധികവും വിഷയസുഖങ്ങൾക്കായിട്ടാണ് ചെലവഴിക്കപ്പെടാറ്. അത് അപകടം. നല്ല രീതിയിൽ ചെലവഴിക്കപ്പെടുന്ന ധനം ധർമ്മപാത തെളിച്ച് ശാന്തിയിലേക്കും ആനന്ദത്തിലേക്കും നയിക്കും. ദാനം അപകടങ്ങളെ അകറ്റും, ഈശ്വരനെ നേടിത്തരും. ഒരിക്കൽ ദേവനും ദാനവനും മാനവനും ബ്രഹ്മദേവനെ സമീപിച്ചു, ഉപദേശം ആവശ്യപ്പെട്ടു. ബ്രഹ്മദേവൻ അരുളിയത് ദ എന്ന്. ദ എന്നാൽ ദമം, അതായത് ആത്മനിയന്ത്രണം നേടുക എന്നാണ് അർത്ഥമെന്ന് ദേവന്മാർ മനസ്സിലാക്കി. അസുരന്മാർ ദഇക്ക് മനസ്സിലാക്കിയ അർത്ഥം ദയ ഉണ്ടായിരിക്കുക എന്നും. മാനവൻ ദ എന്നതിന് ദാനം എന്നും അർത്ഥം ഗ്രഹിച്ചു. അതായത് മനുഷ്യരായ നമുക്ക് വിധിച്ചിട്ടുള്ളത് ദാനം എന്ന പവിത്ര കർമ്മം തന്നെ. തൈത്തിരീയോപനിഷത്തും ദാനത്തെ പ്രകീർത്തിക്കുന്നു, നമ്മെ അതിനായി ഉപദേശിക്കുന്നു. മനസ്സറിഞ്ഞ് ദാനം ചെയ്യണം, പിശുക്കി ദാനം ചെയ്യരുത്, ഉദാരമായി ദാനം ചെയ്യണം. വിനയപൂർവ്വം ഒരു പുണ്യകർമ്മം ചെയ്യാൻ അവസരം തന്നുവല്ലോ എന്ന ഭാവത്തോടെ ദാനം ചെയ്യണം. ഈ ദാനശീലം ഇന്ദ്രിയങ്ങളെ അടക്കാൻ സഹായിക്കും. കാമക്രോധാദികളെ ജയിക്കാൻ എളുപ്പമായ ഒരു മാർഗമാണ് ദാനം. ധനത്തിനോടുള്ള ആസക്തി കുറയ്ക്കാനും അങ്ങനെ നമ്മെ പരമശ്രേയസ്സിന് അവകാശികളാക്കാനുമായിരുന്നു ബാബ ദക്ഷിണ വാങ്ങിയിരുന്നത്. ത്യാഗത്തിലൂടെ അമൃതത്വം നേടിത്തരികയായിരുന്നു ബാബയുടെ ലക്ഷ്യം. ഇതല്ലാതെ അവിടത്തേക്കെന്തിന് ധനം? ഒന്നും തനിക്കായി വേണ്ടാത്ത സമസ്തവും സ്വന്തം തൃപ്പാദത്തിൽ കീഴിലുള്ള സായീശ്വരന് പിന്നെന്തിന് നമ്മിൽ നിന്നും തുച്ഛമായ ഈ ഭൗതിക വസ്തുക്കൾ വാങ്ങണം? ആലോചിക്കൂ. ബാബ ദക്ഷിണ വാങ്ങിയാൽ അതിന്റെ ഫലം 100 ഇരട്ടിയായി ഭക്തന്മാർ അനുഭവിച്ചിട്ടുണ്ട്, ഇന്നും അനുഭവിക്കുന്നുണ്ട്. പ്രശസ്ത നടൻ ഗണപത്റാവു ബോഡോസിന്റെ വാക്കുകൾ കേൾക്കൂ. സായിനാഥൻ കൂടെ എന്നോട് ദക്ഷിണ ആവശ്യപ്പെടും. ചില സമയം പണസഞ്ചി തന്നെ തിരുമുമ്പിൽ കൊട്ടിയിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഫലമായി എന്റെ പണസഞ്ചി ഒരിക്കലും ഒഴിഞ്ഞില്ല. പണം താനെ വന്നുകൊണ്ടേയിരുന്നു. ഒരിക്കലും ക്ഷാമം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഞാനിതാ സായീശ്വരന്റെ തൃപ്പാദങ്ങളിൽ വീണ്ടും നമിക്കുന്നു. ആരുടെ ജീവിതമാണോ ഞാൻ വർണ്ണിക്കുന്നത്, ആ മഹാശക്തിയുടെ പാദധൂളികൾ എന്റെ ശരീരത്തിൽ പുരളട്ടെ. ഇരാവപകൽ സായികഥകൾ കേൾക്കുക. മായയുടെ സർവബന്ധങ്ങളും അതോടെ അറ്റുപോകും, ആനന്ദം അനുഭവപ്പെടും. സായിതൃപ്പാദങ്ങളിൽ മുറുകെ പിടിച്ച് ഞാൻ ശരണാഗതിയടയുകയാണ്. സായീശ്വര, അവിടുത്തെ തൃപ്പാദത്തിൽ നിന്നും ഒരു നിമിഷം പോലും ഈ പീട്ടി അഴിയാതിരിക്കാൻ അനുഗ്രഹിക്കണേ. അതിനായി അടിയൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. 14-ാം അധ്യായം സമാപ്തം. ഓം അസഹായ സഹായായ നമഃ.